ആര് പറഞ്ഞിട്ടാടാ യവന്മാർക്ക് ഇതൊക്കെ കൊടുത്തത്? ആദ്യം തരാനുള്ള കാശെടുക്ക്. കാശ് എത്രയും പെട്ടെന്ന് തരാം മുതലാളി. തൽക്കാലം ഇതും കൂടെ അക്കൗണ്ടിൽ ചേർക്കണം. ബോസിന് വെച്ചു വിളമ്പി തരാൻ ഞാൻ ആരാ? നിന്റെ അമ്മായിയപ്പനോ? മുതലാളി ദൈവത്തോട് നാണം കെടുത്തരുത്. നാണം കെടുത്തു. നല്ല തടി ഉണ്ടല്ലോ രണ്ടിനും. കണ്ടവരെ പറ്റിച്ച് നടക്കാതെ വല്ല ചുമടെടുത്തോ കല്ലിയോ ഒന്നോ ജീവിച്ചൂടെ? വിശപ്പ് സഹിക്കാൻ വയ്യാഞ്ഞതുകൊണ്ടാ ചേട്ടാ. അപമാനിക്കരുത്. വേണമെങ്കിൽ ഇഡലിക്കോ ദോശയ്ക്കോ ഉള്ള മാവ് ഞങ്ങൾ ആട്ടിത്തരാം. വേണ്ട, സഹായിക്കണ്ട. അതിനൊക്കെ ഇവിടെ വേറെ ആൾക്കാരുണ്ട്. ഇഡലിക്കും ദോശയ്ക്കും മാവരയ്ക്കാൻ നടക്കുന്നവരാ. ഓസിന് പുട്ടടിക്കാൻ നടക്കുന്ന യോന്മാരെ നിങ്ങൾ കൂടി ഒന്ന് പരിചയപ്പെട്ടിരിക്കണം. എടുത്തോണ്ട് പോടാ ഇതെല്ലാം. എന്താടാ നോക്കിയിരിക്കുന്നത്? വേഗം സ്ഥലം കാലിയാക്കാൻ നോക്ക്. ഒന്നും പറയണ്ട. പോലീസ് പിടിക്കുന്നേ പിടിക്കട്ടെ. ഞാൻ വീണ്ടും പഴയ മുച്ചിട്ടളി തുടങ്ങാൻ പോവാ. വരട്ടെ ദാസ. അതെ, ഇവിടെയുള്ള ഗാനമേള ട്രൂപ്പുകളിൽ വല്ലതും എനിക്ക് പാടാനൊരു അവസരം വാങ്ങിച്ചു തന്നാ. ഇപ്പൊ ഉള്ളവർക്ക് തന്നെ പാടാൻ അവസരങ്ങളില്ല. അപ്പോഴാ 10 കാശുണ്ടാക്കാനുള്ള വല്ല വഴിയുണ്ടേ പറ. അല്ലാതെ പാട്ട് കൂത്ത് ഓട്ടം തുള്ളൽ എന്നൊക്കെ പറഞ്ഞോണ്ട് നടന്നാ വയറ്റി കാറ്റ് കയറിക്കൊണ്ടേ ഇരിക്കും. മനസ്സിലായോ? അതെ, കരിക്കാശ്ശേരി ശങ്കുണ്ണിയാരമാനല്ലേ? അതെ. എന്നെ മനസ്സിലായി? ഇല്ല. കൈപ്പള്ളി പരമേശ്വരൻ നായെന്ന് പറഞ്ഞാൽ അച്ഛൻ അറിയും. ഞാൻ ശങ്കുണ്ണിയാർക്ക് 2 കത്തുകൾ അയച്ചിരുന്നു. കിട്ടിക്കാണില്ല അല്ലേ? ഞാൻ മൂപ്പരെ അങ്ങോട്ട് വന്ന് കാണാനിരിക്കായിരുന്നു. എന്റെ മോൾക്ക് ചെറിയൊരു പ്രശ്നം. അവളുടെ ദേഹത്ത് ബാധ കൂടിയിരിക്കുക, പ്രേതബാധ. ശങ്കുണ്ണിയാരെ കൊണ്ടേ അതിനെ പിടിച്ചു കെട്ടാൻ പറ്റൂ. അച്ഛൻ മരിച്ചുപോയി. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. കഷ്ടമായിപ്പോയി. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇങ്ങോട്ട് വന്നു. അല്ലേ അങ്ങോട്ട് വാ. ഒരു മിനിറ്റ്. അനാവശ്യം പറഞ്ഞ എന്താ രണ്ടാളും കൂടി കഥകളി നടത്തുന്നത്? നീ ഇവിടെ തന്നെ നിന്നാ മതി. അതെ, വേറെ ഒന്നുമല്ല കാര്യം. പ്രേതത്തെ ഒഴിപ്പിക്കുന്ന കാര്യത്തിൽ അച്ഛനേക്കാൾ കേമനാ മകൻ. ഇക്കഴിഞ്ഞ ദിവസം മന്ത്രിയുടെ മകന്റെ ദേഹത്ത് നിന്ന് പ്രേതം ഒഴിപ്പിച്ച വാർത്ത വായിച്ചില്ലേ? ആ ഉണ്ണികൃഷ്ണനാ ഈ ഉണ്ണികൃഷ്ണൻ. ശങ്കുണ്ണിയാരുടെ മകനല്ലേ? സിംഹ കുടുംബത്തിൽ സിംഹക്കുട്ടികളല്ലേ ഉണ്ടാവുള്ളൂ, എലി ഉണ്ടാവില്ലല്ലോ. വാസം അത്ര ഉണ്ടാവുള്ളൂ. പക്ഷെ കാശ് ഒരുപാട് ചെലവാന്ന ഉണ്ണി പറയുന്നത്. കാശൊരു പ്രശ്നമേ അല്ല. എനിക്കിത് വലിയ വശമുള്ള, എനിക്ക് ഇതേക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ പറയരുത്. കുട്ടിയുടെ അച്ഛനെ ഓർത്തെങ്കിലും എന്നെ ഉപേക്ഷിക്കരുത്. അപേക്ഷിക്കേണ്ട കാര്യമില്ല. ഉണ്ണി ഉപേക്ഷിക്കില്ല. മനുഷ്യനെ കുഴിയിലിറക്കണ പണി ചെയ്യരുത്. പട്ടിണി കിടക്കാതിരിക്കാൻ ദൈവമായിട്ടൊരു വഴി കാണിച്ചെന്നപ്പോ തനിക്ക് തട്ടിക്കളാണോ അല്ലേ? ജീവിച്ചിരിക്കുന്നവരെ പോലും ഒഴിപ്പിക്കാനുള്ള കഴിവ് എനിക്കില്ല. പിന്നെ ആ പ്രേതങ്ങളെ ഒഴിപ്പിക്കണമെന്ന് ആര് പറഞ്ഞു? പിന്നെ ഈ രോഗികളുടെ കയ്യിൽ നിന്ന് കാശ് പിടുങ്ങാനുള്ള ഡോക്ടർമാരുടെ ടെക്നിക്കില്ലേ, അത് നമ്മളിവിടെ പ്രയോഗിക്കുന്നു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മനസ്സിലാക്കി തരാം. കൂടിയിരിക്കുന്ന പ്രേതം നല്ല സ്ട്രോങ് ആണെന്ന് പറഞ്ഞ് നമ്മൾ കൂടെ ആ പെണ്ണിന്റെ തണ്ടയുടെ നിന്ന് കാശ് പറ്റിക്കൊണ്ടേയിരിക്കും. ഒരു 3-4 മാസം ഈ സുഖമായിട്ട് അയാളുടെ ചെലവിൽ കഴിയാം. അത് കഴിയുമ്പോ വേറെ എന്തെങ്കിലും കേസ് വന്ന് തടയും. എന്താ? അതെ, ഈ കൊനഷ്ട ബുദ്ധിയൊക്കെ തനിക്ക് എവിടുന്ന് കിട്ടി? താൻ കഴിഞ്ഞ ജന്മത്തിൽ കായംകുളം കൊച്ചുണ്ണിയായിരുന്നോ? പിന്നെ അനുഭവം ഗുരു. ഈ സിറ്റിയിൽ കുറച്ചു ദിവസം പട്ടിണി കിടക്കുമ്പോ താനും ആദർശങ്ങളൊക്കെ മടക്കി വയ്ക്കും. നല്ലവരായി ജീവിക്കാൻ നമ്മൾ ശ്രമിച്ചു നോക്കിയില്ലേ? എന്നിട്ട് എന്തായി? പൈസ ഇല്ലെങ്കിൽ പട്ടിക്ക് തുല്യമാ. പെങ്ങളെ, ഈ പരമേശ്വരൻ നായർ സാറിന്റെ വീട് ഇത് തന്നെ. ഞങ്ങൾ മനസ്സിലായി. അകത്തേക്കിരിക്കാം. അച്ഛൻ കുളിക്കാൻ പോയിരിക്കാം. ഇപ്പൊ വരും. വരൂ, ഇരിക്കൂ. കഴിക്കാൻ എന്താ എടുക്കേണ്ടത്? എന്തായാലും വിരോധം. ഞങ്ങൾ ആഹാരം കഴിച്ചിട്ടാ വന്നത്. അതെ, കുറച്ച് കഴിഞ്ഞ് മതി. എന്നാ കുടിക്കാൻ എന്തെങ്കിലും? വിരോധമില്ല. ചായയോ കാപ്പിയോ? എന്തായാലും മതി. എന്താണെന്ന് വെച്ചാ പറഞ്ഞോളൂ. രണ്ടും ഇവിടെ റെഡിയാ. എന്നാ കാപ്പിയാവാം. കാപ്പിയോ? അതെന്താ ചായ കുടിച്ചാ നിനക്ക് ഇറങ്ങത്തേടാ പട്ടിയെ? രണ്ടിനെയും വെട്ടി നുറുക്കി ഉപ്പിലിട്ട് ഞാൻ ഭരണി വെക്കും. ഇതേടാ പിന്നെ എങ്ങനെ ദേഷ്യം വരാതിരിക്കും? ഒരാഴ്ചക്കകം വരാമെന്ന് പറഞ്ഞ് പോയിട്ട് ഇപ്പൊ മാസം എത്രയായി? ഓരോ ദിവസവും ഞാൻ കണ്ണിൽ വെളിച്ചെണ്ണ വെച്ച് കാത്തിരിക്കുകയായിരുന്നു. ചേട്ടനെ ഞാൻ നല്ലവണ്ണം ഒന്ന് കാണട്ടെ, കണ്ണ് നിറച്ച് കാണട്ടെ. ഇങ്ങനെ നോക്കിയിരുന്ന് മരിക്കണമെന്നാണ് ചേട്ടാ എന്റെ ആഗ്രഹം. അത് ശരി. അപ്പൊ ഇവൻ കാരണം ആ കുട്ടി ഈ പരുവത്തിലായതല്ലേ? അനാവശ്യം പറയരുത്. ഞാൻ ആദ്യമായിട്ട് കുട്ടിയെ കാണുന്നു.
എന്നെ പറഞ്ഞു പറ്റിച്ച് വയ്യാതാക്കി ദുഷ്ട നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല. നീ ഒരു പെണ്ണിനെ നീ വഞ്ചിക്കുന്നു. അമ്മ എന്നെ വിടല്ലേ. ഒരു പെണ്ണിനെ നീ വഞ്ചിക്കുന്നു. എന്റെ രക്തം തിളക്കിയാണ്. രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ ഉള്ളൂ. നമസ്തേ. നിങ്ങൾ ഇങ്ങനെ വെട്ടിത്തം ചെയ്യുന്നു ഞാൻ കരുതിയില്ല. കയ്യിൽ തട്ടൊക്കെ വെച്ച് കാര്യമായിട്ട് സംസാരിച്ചപ്പോ ഞങ്ങൾക്ക് മനസ്സിലായില്ല ഇതാണ് കുട്ടി എന്നുള്ള. മന്ത്രവാദിക്ക് എന്ത് തോന്നുന്നു? ഇതൊക്കെ പുഷ്പം പോലെ കൈകാര്യം ചെയ്യില്ലേ ആശാൻ? പിന്നെ ഇത് ഇത്തിരി കടുത്ത കേസാ, എമൗണ്ട് ഇച്ചിരി കൂടും. ആ പണം എത്ര വേണമെങ്കിലും ചെലവാക്കാം. ഇതൊന്ന് മാറി കിട്ടിയാ മതിയായിരുന്നു. അപ്പോ ഹോമം തിങ്കളാഴ്ച വയ്ക്കാം. സംഘടിപ്പിക്കേണ്ട സാമഗ്രികളുടെ ലിസ്റ്റ് ഞാൻ തരാം. എവിടെയോ ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. സത്യം പറദാസ, നീയും ആ പെണ്ണുമായിട്ട് മുംബൈ ലൈൻ ആയിരുന്നില്ലേ? പിന്നെ മറ്റുള്ളവരെ കൊച്ചാക്കിക്കൊണ്ടുള്ള ഈ ടൈപ്പ് തമാശകളൊന്നും വേണ്ട. തമാശയൊന്നുമല്ല, നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിന്നെ കണ്ടപ്പോ ആ മുഖത്ത് വന്ന ഭാവ വ്യത്യാസം. അത് വേറൊന്നും കൊണ്ടല്ല, ഭ്രാന്തുള്ളവർക്ക് സുന്ദരന്മാരെ കണ്ടാ തിരിച്ചറിയാം. നീ ഭാഗ്യവാനാ. അത് ശരിയാ. എന്റെ മുഖം കാണുമ്പോ ബുദ്ധിയും ബോധമുള്ളവർക്കേ ഇഷ്ടം തോന്നുന്നുള്ളൂ. അതാ കഷ്ടം. മന്ത്രവാദത്തിന്റെ ദിവസം വരുന്ന ക്ഷമിക്കേ. വേണമെങ്കിൽ പ്രേമം നിന്റെ അടുത്തോട് തിരിച്ചു വിട്ടേക്കാം. അയ്യോ വേണ്ടായേ, സൗന്ദര്യം കൊണ്ട് നിങ്ങൾ രണ്ടുപേരും നല്ല ജോഡി. നിർത്ത്. അതുപോട്ടെ, ആ പെണ്ണിന്റെ തന്തയുടെ എത്ര രൂപ വാങ്ങിച്ചു? അതൊന്നും നീ അറിയണ്ട. അറിയണം. തല്ലുള്ള ചെണ്ട പണം വാങ്ങാൻ മാരാറ്. വരുമാനം 50-50 ആയി ഷെയർ ചെയ്യാമെന്ന് ഉറപ്പ് തന്നാലേ ഞാൻ ഈ വക ഏർപ്പാടിനുള്ളൂ. അതൊക്കെ സൗകര്യം പോലെ തീരുമാനിക്കും. പറ്റില്ല. ആർക്കായി മണി ഓർഡർ? നിന്റെ വിചാരം എനിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന്? ദാസ, അവിഹിത ബന്ധങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ തുറന്നു പറ, ഞാനും കൂടി അറിയട്ടെ. ഇതിലെവിടെ മേൽവിലാസം എഴുതുക? ആദ്യം ആർക്കാണ് അയക്കുന്നതെന്ന് പറ. പറയാം. ഫ്രം ഉണ്ണികൃഷ്ണൻ, റൂം നമ്പർ 11, രേവതി ലോഡ്ജ് 2. നിന്റെ അമ്മയുടെ പേരും അഡ്രസ് എഴുതു. ചതിച്ചു. രശ്മി മുറിയിലില്ല. ഗുരുവായൂരപ്പാ. ആ വശത്തുള്ള ഇങ്ങോട്ട് പോട്ടെ. നിർത്ത്. സ്റ്റോപ്പ്. അയ്യോ ദാസിട്ടാ, ഞാൻ ഇവിടെ ഉണ്ട്. നിക്ക്. ഞാനിപ്പോ ഇരുന്ന്. ഓടല്ലേ? ദാസിട്ടാ. നിക്ക്. അയ്യോ. ഓടാ. ദാസിട്ടാ, എന്നെ കൂടെ വിട്ടോട്. എന്റെ ജീവിതം ഓടിപ്പോയി നിൽക്കണോ? എന്നെ വിടല്ലേ? എന്റെ മോളാ. എന്റെ മോള് ഇങ്ങോട്ട് വരാൻ. ഈ അവസ്ഥയിൽ ഹോമം തിങ്കളാഴ്ച വരെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. മന്ത്രവാദി നാളെ തന്നെ പറയാം. എന്നെ രക്ഷിക്കണം. ഞാൻ പറയാം. ഇതിന് മാന്ത്രിക ഏലസ് പണിയേണ്ടി വരും. പൈസ എടുക്കും. അതെല്ലാം ചേർത്ത് നാളെ തന്നേക്കാം. ഉണ്ണീട്ടാ. ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോ ഇതോടുകൂടി നമ്മൾ വലിയ മന്ത്രവാദികളാവൂലേ. ഒറ്റയടി കുട്ടിയെ അങ്ങോട്ട് ഇരുത്തിക്കോളൂ. ഈ ചേട്ടൻ പറഞ്ഞാൽ ഞാൻ ബന്ധുമിത്രാദികൾ ഇവിടുന്ന് നിഷ്ക്രമിക്കണം. എല്ലാരും മുറിയിൽ നിന്ന് പോണോന്ന് നല്ലോണം പാടിച്ചിട്ട് പൊക്കോളൂ. എന്താണ് ചെയ്യേണ്ടത്? ആ ചൂരലെടുത്ത് 10 പേട അടി കൊണ്ടാലേ പ്രേതം ശരീരം വിട്ടു പോകൂ. നീ പ്രേത പടങ്ങളൊന്നും കണ്ടിട്ടില്ലേ? എന്താ ചേട്ടാ രഹസ്യം? പിന്നെ ചൂരിലിട്ട് അടിച്ച് അതിന് നോവില്ലേ? എന്നെ കൊണ്ട് പറ്റില്ല. സന്യാസി, എന്തെങ്കിലുമൊക്കെ ചേർന്ന് വരുത്തി തീർക്കാതെ ഇവിടുന്ന് കാശ് വാങ്ങിക്കാൻ പറ്റില്ല. നീ തന്നെ അടിച്ചാ മതി. ഒഴിഞ്ഞു പോ. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല. കുറച്ച് കഴിയുമ്പോ ബോധം തെളിഞ്ഞോളും. അയാളൊക്കെ പറഞ്ഞത് പ്രേതം ഒഴിഞ്ഞു പോയി എനിക്ക് ബോധ്യപ്പെട്ടാലേ കാശ് തരുള്ളൂ.
പരസ്പര വിശ്വാസമാണ് ഈ മന്ത്രവാദത്തിന്റെ ഒരു അടിത്തറ. അടിത്തറയും കഴിക്കോലൊന്നും താൻ എന്നെ പഠിപ്പിക്കണ്ട. മന്ത്രവാദി എന്ന് പറയുന്നു. ഈശ്വരനിൽ വിശ്വാസം അർപ്പിക്കാം, ഒക്കെ ശരിയാവും. അത്രേ ഉള്ളൂ. പിന്നെ ചേട്ടാ, എനിക്ക് മന്ത്രവാദമൊന്നും അറിയില്ല. മകളെ ഏതെങ്കിലും മനഃശാസ്ത്ര വിദഗ്ധരെ കാണിക്കുന്നതാവും നല്ലത്. ചേട്ടാ ഞാനും കൂടെ വരുന്നത്, എന്നെ കൂടെ കൊണ്ടുപോകും. ഞാൻ വിടൂല. സാധുക്കളാണ്. ഇഷ്ടമായി, എന്നെ വിട്ടിട്ട് പോകാൻ ഒക്കൂല. ഓടിക്കോ. എന്നെ കൂടെ കൊണ്ടുപോ.